ഇന്നലെ സി പി എം പ്രവർത്തകർ തന്നെയാണോ അവർ ഗുണ്ടകളാണോ എന്നറിയില്ല, തിരുവനന്തപുരം നഗരത്തിൽ പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ നടത്തിയ അതിക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നത്. കാരണം ഈ ഇത്രയും അക്രമാസക്തരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങൾ ഓരോന്നായി കടന്നു വരികയാണ്. അവർക്ക് പോലീസ് അകമ്പടിയോ ഒന്നും തന്നെയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസും സംവിധാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ തോന്നിയൊരു അവസരമായിരുന്നു ഇന്നലെ. കൈവിട്ട കളിയായിരുന്നല്ലോ നടന്നത്. ഒറ്റ വാക്കി പറഞ്ഞ ദേശീയ തലത്തിൽ കേരള പോലീസ് നാണം കെട്ട ദിവസം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് എല്ലാ കാലത്തും എന്ന് ഇവർ പറയുന്നു, ചുമ്മാതാണ്. ഏറ്റവും മികച്ച പോലീസിൽ തമിഴ്നാടൊക്കെ നമ്മളെക്കാട്ടി മികച്ച് നിൽക്കുന്ന പോലീസ് സംഘടന. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ പ്രശ്നം എന്താ? രാഷ്ട്രീയ അതിപ്രസരത്തിൽ മുങ്ങിപ്പോയവരാണ് കേരളം. ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ സംഘടന, പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സംഘടനയാണ്? എന്തുകൊണ്ട് ഈ പോലീസ് അസോസിയേഷനിലെ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? സർക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയം. നമുക്കറിയാം, കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ എല്ലാവർക്കും രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയ രഹിത സംഘടനയായിട്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഈ രാഷ്ട്രീയം കലരുന്നുമുണ്ട്. എന്താണ് ഈ പ്രവർത്തനം? ഇതിനകത്ത് വരുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു പത്രപ്രവർത്തകരുടെ ഏക സംഘടനയാണ്. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പമോ ഒന്നുമില്ല. ഏതാണ്ട് ഇതേപോലെയാണ് പോലീസ് അസോസിയേഷനും പ്രവർത്തിക്കേണ്ടത്. അവർക്ക് ഇവിടെ ഇപ്പം LDF ഭരണകാലത്ത് LDFകാർ CPMകാരായിട്ടുള്ള കുറേ പേര് പോലീസ് അസോസിയേഷൻ എന്നും പറഞ്ഞ് ഇറങ്ങി നടക്കും. UDF ആകുമ്പോഴത്തേക്ക് യുവമാരെ എല്ലാം മാറ്റിയിട്ട് മറ്റേ എന്തിന് ഇനിയിപ്പോൾ BJP വരുന്നുണ്ടെങ്കിൽ വേറൊരു പോലീസ് അസോസിയേഷൻ വരും, അങ്ങനെ വരും, അങ്ങനെ ഒരു സംഘടന വരും. അത് ഒരിക്കലും പാടില്ല. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരാണോ ഈ ഞാൻ പറഞ്ഞിട്ട് എല്ലാ സംഘടനാ പ്രവർത്തനവും നിരോധിക്കണം. പോലീസ് അസോസിയേഷൻ മാത്രമല്ല, ഈ തൊഴിൽ സംഘടനകളുടെ ഈ പോലീസ് അസോസിയേഷൻ രൂപീകരിച്ചതിന്റെ സാങ്കത്യം തന്നെ പണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, കാരണം 1980 നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് ഇത് തോന്നുന്നു ഈ ഒരു അസോസിയേഷൻ ആദ്യം അനുമതി കിട്ടി. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇല്ല. ഇവിടെ TK രാമകൃഷ്ണനായിരുന്നു ആഭ്യന്തര മന്ത്രിയായിരുന്നു. 80 നായനാർ മന്ത്രിസഭ ഒരു കുറച്ചാലല്ലേ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അന്നാണ് ഈ ആഭ്യന്തരമന്ത്രി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നതെന്നാണ് എപ്പോഴും എൻ്റെ ഒരു ഓർമ്മ. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പലരും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കാരണം പോലീസ് പട്ടാളത്തിലൊന്നും ഈ സംഘടനാ പ്രവർത്തനം അനുവദിക്കേണ്ട, അത് വളരെ മോശമായ ഒരു തലത്തിലേക്ക് അത് മാറുമെന്ന് അന്നേ പലരും സംശയം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ അത് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രീതിയിലാണ്. ഇപ്പം വിശാഖം പറഞ്ഞതുപോലെ അന്നന്ന് ഭരിക്കുന്നവൻ കയറുന്നു. ഈ ഇപ്പോൾ LDFിൻ്റെ കഴിഞ്ഞ് UDF വരെയാണ്. ഇനി UDF വരുമ്പം ഈ LDF ഭരണകാലത്ത് വിലസി നടന്നിരുന്ന യൂണിയൻ നേതാക്കന്മാരെ 4 വഴിക്ക് ഓടി. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അങ്ങാണ്ട് ഇതുപോലെ വിളയാടിയിരുന്ന ഒരു യൂണിയൻ നേതാവിനെ പിടിച്ച് ട്രാഫിക്കിൽ ഇട്ടു എന്ന് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നല്ല വെയിൽ മഴയെ കൊള്ളുന്ന സ്ഥലത്തേക്ക് അവരുടെ ഭരണത്തിൽ തന്നെ ഇട്ടു. അല്ല, അടുത്ത സർക്കാർ 16 അതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ എന്താണ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് കേരള പോലീസ് ദേശീയ തലത്തിൽ നാണം കെട്ടു. അതായത് ക്രമസമാധാന ചുമതലയുള്ള 7 IPSകാരും കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ എല്ലാവരുടെയും ഭാഗത്ത് കമ്മീഷണർ മാത്രം ചെന്നൈയിൽ എന്തോ കമ്മീഷണർ സ്ഥലത്തിൽ അതേ ചെന്നൈയിൽ എങ്ങോട്ട് പോയിരിക്കുക K. കാർത്തിക്. അയാൾ മിടുക്കരായ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റാർ കൂടിയവരും കുറഞ്ഞവരും എല്ലാം ആയിക്കോട്ടെ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇത്രയും വലിയൊരു അക്രമം തടയാൻ കഴിഞ്ഞില്ല. ഇവരൊക്കെയാണോ കേരളത്തിലെ നിയന്ത്രിക്കുന്നത്? ക്രമസമാധാനം തലസ്ഥാന നഗരിയിലാണ്. സെക്രട്ടേറിയറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകൾ, റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് ചുറ്റുമാണ് ഇത്രയും വലിയ അക്രമ സംഭവം. അതായത് ഇന്റലിജൻസ്, സംസ്ഥാന ഇന്റലിജൻസിൻ്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും മുന്നറിയിപ്പുണ്ടായിരുന്നു ഇവിടെ അക്രമാസക്തം. ഇവർ വന്നു നിന്ന ആൾക്കാർ ഈ പാർട്ടിക്കാരുടെ കാല് പിടിക്കുക. അല്ല, ആദ്യം തന്നെ ഈ പ്രശ്നം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഴയ ചങ്ങാതിമാരെന്നുള്ള നിലയിൽ വളരെ സ്നേഹത്തോടുകൂടി ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കടമ്പളി സ്ഥലത്ത് എല്ലാവരും പിരിഞ്ഞു പോകണം, സമാധാനമായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കഴിഞ്ഞ് ബാക്കി ഇവർ അക്രമം ആരംഭിച്ച് ആ സമയത്ത് ഇവർ ഈ പോലീസുകാർ വളരെ ദയനീയമായ രീതിയിലാണ് സംസാരിക്കുന്നത്. കെഞ്ചുവാണ്. എന്നിട്ട് അതിൽ ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, ഈ അക്രമം ഉണ്ടാക്കത്തില്ലെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ? എടാ, എന്താണ് ചെയ്യേണ്ടത്? അവന്മാർ കണ്ണാടി അടിച്ചു പൊടിച്ചു, പിന്നെ കാറും അടിച്ചു തകർത്തു, അതിൽ വന്നവരെ ആക്രമിച്ചു. എല്ലാം കഴിഞ്ഞ സമയത്തും ലോക്കൽ പോലീസ് അല്ലെ കേരള പോലീസ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതാണ് എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചൊരു കാര്യം. ഈ എന്താണ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക് അവിടെ ഇടിക്കാറുള്ളതുകൊണ്ട് അവിടെ കുപ്പി വലിച്ചെറിയുന്നു, കമ്പും കല്ലും എല്ലാം വലിച്ചെറിയുന്നു. ഒരാളുടെയും ഉത്തരവാദിത്തം വേണ്ട. ആ DGP എന്ന് പറയുന്ന കേരളത്തിന്റെ DGP എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അതായത് പോലീസ് സേനയിലെ പരമാധികാരിയായിട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഈ സ്ഥലത്തുണ്ടായിരുന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള വെങ്കടേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് സധൈര്യം പാളയത്തെ പാർട്ടി CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യണമായിരുന്നു. എല്ലാവരെയും അതിനകത്ത് കയറി പിടിച്ചിറക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ അടിച്ചു തകർത്തതിൻ്റെ എല്ലാ ക്ഷീണം മാറി. ഈ ഇന്നലെ കലാപം നടന്ന ഈ അക്രമം നടന്ന സ്ഥലത്ത് നിന്ന്
നമുക്കറിയാം എൻ്റെ അടുത്ത ജംഗ്ഷനാണ് DGP ഓഫീസിരിക്കുന്നത്. അതെ. അവിടെ നിന്ന് കാറും ജീപ്പും ഒന്നും ഉണ്ട്, നടന്നു വന്നാൽ അവർക്ക് ഇവിടെ ഒന്ന് ഇടപെടാമെന്നുള്ളത് ഉണ്ടായിരുന്നു. അത്രയും തൊട്ടടുത്താണ്. അല്ല, അതിന് ഇച്ഛാശക്തിയുള്ള ഓഫീസർമാർ വേണം. 10 വർഷക്കാലം അടിമ ജീവിതം നയിച്ച അടിമത്തത്തിൽ നിന്ന് ഭരണം മാറിയത് അവർ അറിഞ്ഞിട്ടില്ല. കാരണം ഈ അടിമകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ ഓൺ ദ സ്പോട്ടിൽ അതിനകത്ത് കാരണമാണ്. ഏതവൻ തടഞ്ഞാലും കൂടുതൽ പോലീസിനെ ഇറക്കി അടിച്ച് നിരപ്പാക്കിയിട്ട് പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി എല്ലാവരെയും വലിച്ച് വെളിയിലിറക്കി ഇവന്മാർ ആയുധവും പിടിച്ച് അകത്താക്കിയിരുന്നെങ്കിൽ ഈ കേരള പോലീസിന്റെ മാനാഭിമാനം ഉണ്ടായിരുന്നു. ഇതിപ്പം എന്തു പറ്റി? ഏറ്റവും കൂടുതൽ തെറി കേൾക്കേണ്ടി വരിക രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആണല്ലോ. അത് അദ്ദേഹം ആക്ട് ചെയ്തില്ല. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് ഇടപെടാമായിരുന്നു. പാർട്ടി ഓഫീസിൽ കയറി പിടിക്കാൻ കുറ്റവാളികൾ പാർട്ടി ഓഫീസിലാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അവരെ പിടിച്ചേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കൊലപാതകം നടത്തിയിട്ട് CPM ഓഫീസിൽ കയറി ഇരുന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യത്തില്ല, അതിന് ചുറ്റും കാവൽ നിന്ന് വെച്ച് പോകും. പലപ്പോഴും എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായ ചരിത്രം നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നത്. അതെ, ഇത്തരം ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത പല പാർട്ടി ഓഫീസിനകത്ത്. അല്ല, വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു. ഈ 7 IPS അവിടെ നിൽക്കുമ്പോഴാണ് ഈ നേതാക്കന്മാരുടെ കാര്യം പിടിച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരാം, നിങ്ങൾ അവിടെ പോയിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരാം, ഞങ്ങളെ പ്രതികളെ അങ്ങോട്ട് വരാം. ഇവിടുത്തെ രീതി ED ഉദ്യോഗസ്ഥരോട് ഇവരോട് പ്രത്യേകം ചോദിച്ചു, റോഡ് ക്ലിയർ ആണോ, ഞങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുമോ, ഞങ്ങൾക്ക് സേഫ് അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ സേഫാ പൊക്കോ എന്നും പറഞ്ഞ് ഇറക്കി അവിടോട്ട് ഇട്ട് വെച്ചു കൊടുത്തു. അല്ല, ഇവരെ വായിക്കാത്തവരാണ്. ഈ കല്ലും പിന്നെ തടിയായി നിൽക്കുന്ന ആളുടെ മുന്നിലേക്കാണ് അവരെ വിട്ടുകൊടുത്തത്. ഈ CPM ഈ അടിച്ചു തകർക്കലിനിടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എല്ലാത്തിനെയും സസ്പെൻഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. കാരണം CPM ഭരണം മാറിയെങ്കിലും അവരിപ്പോഴും അതിൻ്റെ ആ ഒരു മൂഡിലാണ്. മാത്രമല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ നോക്കൂ, IAS തലത്തിൽ ചില്ലറ മാറ്റങ്ങൾ, IPS തലത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്ര കഴിവ് കേട്ട ഉദ്യോഗസ്ഥർ അവിടെ നിന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കഴിവുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു മതി. വെങ്കടേഷ് എന്ന് പറയുന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എത്തിയല്ലോ, അയാൾക്ക് ഉത്തരവിടായിരുന്നില്ല കയറി പിടിക്കാൻ. പിണറായിയുടെ കീഴിൽ സാറെന്ന് വിളിച്ചിട്ട് നിന്നാൽ ഈ വന്നിരിക്കുന്ന ഈ നേതാക്കന്മാരെല്ലാം മന്ത്രിയും MLA MP കാരണവരാണല്ലോ. എല്ലാവരും പറ്റുന്ന സാറെന്ന് വിളിച്ചിരുന്നവരിൽ വന്ന് നിൽക്കുന്നത്. അതാണ് പ്രശ്നം. അവർക്ക് നല്ല ആർജവം വേണം. അതെ. അവിടെ പിന്നെ ഉണ്ടായിരുന്ന ആരാ? മ്യൂസിയം SHO ആരാണ്? മ്യൂസിയം SHO പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് പിണറായി വിജയന്റെ സ്വന്തം ആള്. അതെല്ലാം അങ്ങ് പോട്ടെ, ഇവിടെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ മൊത്തം അവിടെ ഗൺമാന്മാർ അവർക്ക് എങ്ങനെ അവിടെ വരാൻ കഴിയും? കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത ആളെ പിന്നെ ആ ആളിന്റെ അടുത്തുനിന്ന് മാറണം. ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരുന്നു സസ്പെൻഷൻ. നിങ്ങൾ എന്ത് ജോലി ചെയ്തിരിക്കുന്നോ അത് നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പോകുക. മാത്രമല്ല, ഈ അക്രമ സംഭവങ്ങൾ ഇവർക്ക് പങ്കില്ല അങ്ങനെ പറയാൻ പറ്റും. അതെ, അത് പ്രസക്തമായ ചോദ്യമാണ്. ഈ ആളിനെ ഇറക്കിയതിലും ഇത്തരം അക്രമങ്ങൾ നടത്തിയതിന്റെ പിന്നിൽ ഈ ഉണ്ടാവും. ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യം അന്വേഷിക്കുന്നത്. കാരണം അറ്റാക്കിംഗ് മൈൻഡും മൂഡുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവന്മാരാണ് ഇറങ്ങിയിട്ട് പാവപ്പെട്ട റോഡ് സൈഡിൽ നിന്ന് പിള്ളേരെ തലമണ്ട അടിച്ചു കയറി. അന്ന് കാണിച്ചതിന്റെ ഒരു 4-1 എഫക്ട് ഇന്നലെ കാണിച്ചിരുന്നെങ്കിൽ ഈ നാട് നിങ്ങളെ വകവെക്കുമായിരുന്നു, അല്ലേ? അത് ഉറപ്പ്. അതിന് പകരം IPS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടിക്കാരന്റെ കയ്യും കാലും പിടിക്കുകയാണ്. ഒരു ഏറ്റവും നാണം കെട്ട കാഴ്ചയായിരുന്നത് ഇവരെ ഒന്ന് തൊഴുന്നത്. അവരുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഒത്തീർപ്പാക്കി തരുമോ എന്നുള്ളത്. അതായത് ആവശ്യമാണ്. അതിനെന്താ ആവശ്യം? അതായത് ഒരു കേന്ദ്ര ഏജൻസിയാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിക്ക് കേരളത്തിൽ പരിശോധന നടത്താൻ ആരും യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നല്ലോ, കർണാടകക്കാരനാണ്. അദ്ദേഹം ഓർമ്മയുണ്ടോ? നമ്മുടെ പൊൻ രാധാകൃഷ്ണൻ വന്നോ കേന്ദ്രമന്ത്രി എന്ന് പറ്റില്ല എന്ന് പറഞ്ഞത്. പറ്റില്ല, ഞാൻ കേന്ദ്രമന്ത്രി. അതിന്റെ കൂടെ വന്ന AN രാധാകൃഷ്ണനെ അയാളെ പിടിച്ച് തള്ളുകയാണ്. അത്രേ ഉള്ളൂ. അത് പോയി പണി നോക്കാൻ പറഞ്ഞു. പൊൻ രാധാകൃഷ്ണനും വെള്ളി രാധാകൃഷ്ണനോട് മാറി എന്നോളാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ പറയാതെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം ഉപയോഗിച്ച് ഒരു ഉദ്യോഗസ്ഥൻ നേരെ നിന്നാലുണ്ടല്ലോ അവൻ ആക്കുന്നോളാൻ പറ്റില്ല. അവനെ സസ്പെൻഡ് ചെയ്യാമായിരിക്കും, അവനെ സ്ഥലം മാറ്റാമായിരിക്കും, അല്ല അവന് പിരിച്ചുവിടാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്നലെ കാണിച്ചു കൂട്ടിയ ഇത് പോലീസ് സേനയുടെ കഴിവുകേടാണ്, ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. രമേശ് ചെന്നിത്തല പരിചയമില്ലാത്ത ആഭ്യന്തരമന്ത്രി അല്ല, നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആളാണ്. ഈ പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ്. എന്നിട്ടാണ് നിങ്ങളുടെ കീഴിലെ പോലീസ് ദയനീയമായിട്ട് കുറെ പാർട്ടി ഗുണ്ടകളുടെ കാലിൽ പിടിച്ച് കരയേണ്ടി വന്ന. അല്ല, മാത്രമല്ല ഇവരെല്ലാവരും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് രമേശ് ചെന്നിത്തല കീഴിൽ നേരത്തെ ജോലിയിട്ടുള്ളവർ തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അറിഞ്ഞിരിക്കണം ഇവർ ഓരോരുത്തരുടെ സ്വഭാവം എന്താണെന്നുള്ള, ഇവർ ഏത് തരക്കാരാണെന്നുള്ളത്. അതിന് അറിയാമായിരുന്നിരിക്കുക. ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പ്രാദേശികവാദം പറയല്ല, പലപ്പോഴും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന IPS ഉദ്യോഗസ്ഥമായി പലരും അവർ അമിത വിധേയത്വം കാണിക്കുകയും ഈ ഭരിക്കുന്നവരെ ചെന്ന് ഒരുപാട്. പക്ഷേ മലയാളികൾ പൊതുവെ നമ്മുടെ ഡോക്ടർ ബി അശോകൻ അല്ലെങ്കിൽ പ്രസാദിനെ പോലെ സ്വന്തമായിട്ട് നിലപാടുള്ളവർ പിന്നെ ഇവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന് പറയുന്ന പലർക്കും ഈ പ്രശ്നമുണ്ട്. അത് ഈ രാഷ്ട്രീയക്കാർ ആസ്വദിക്കുകയും ചെയ്യും. ഈ ഇവരൊന്ന് തൊഴുത് നിൽക്കുന്നത് അവർക്കത് ഇഷ്ടമാണ്. സല്യൂട്ട് ചെയ്യുന്നത് തൊഴുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി, ഇവർക്ക് സ്ഥലമാറ്റം ഏതാണ്ടൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഉണ്ടാകണം, ഓൾറെഡി സ്ഥലമാറ്റം ഉണ്ടാവും. പക്ഷേ ഈ UDF സർക്കാരിനുണ്ടായ ഒരു നാണക്കേട്,
അവരെ അധികാരത്തിലേറിയത് ഏറ്റവും കൂടുതൽ ജനം ആഗ്രഹിച്ചിരുന്ന യുവമാരെ അടിച്ചൊതുക്കണമെന്നാണ്. CPM-ന്റെ അഹങ്കാരവും ധാർഷ്ട്യവും തെമ്മാടിത്തവും അടിച്ചൊതുക്കാൻ വേണ്ടിയാണ് ഈ അധികാരത്തിലെത്തിയത്, ജനം വോട്ട് ചെയ്തത്. പിണറായി വിജയൻ എന്ന് പറയുന്ന വെറും ദുഷ്ടനായ ഒരു ഭരണാധികാരി, ദുർഭരണമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ജനങ്ങൾ നിങ്ങളെ അധികാരത്തിൽ. പക്ഷെ നിങ്ങൾ അവരുടെ വിധേയത്വത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെ. അല്ല, ഈ സർക്കാർ മുഖ്യമന്ത്രി വാർക്കണം, മുഖ്യമന്ത്രി ഇങ്ങനെ പത്രക്കാരിക്ക് മറ്റേ ചിരിക്കുന്ന അതിൻ്റെ പൂക്കി എന്നുള്ള ചിരി, അന്യ ചിരിയൊന്നും വേണ്ട. അദ്ദേഹം അതൊക്കെ കഴിഞ്ഞു, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഇപ്പോൾ ഭരണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി കർക്കശമാവണം, ആദ്യം ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കണം. ആഭ്യന്തരമന്ത്രി അദ്ദേഹം ചോദിക്കണം എന്താണ് സംഭവിച്ചത്, അദ്ദേഹം ചോദിക്കണം, വിളിച്ചു ചോദിക്കണം. അദ്ദേഹം സീനിയറായിരിക്കാം, പക്ഷേ അദ്ദേഹം ചോദിക്കണം, അദ്ദേഹം കൃത്യമായ വിശദീകരണം തേടണം. ഈ DGP എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വിളിച്ചു വരുത്തണം. അത് ചെയ്യേണ്ടത് ഈ DGP ഒന്നും യാതൊരു കഴിവുമില്ലാത്ത, കാരണം ഇവരെ എല്ലാം എന്താ പറയുന്നത്, ഈ പറയുന്ന പോലീസ് സേനയെ ഒന്നടങ്കം വരി ഉടയ്ക്കപ്പെട്ടവരാക്കി. അതാണ്. അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെ ഒരുപാട് വീടുകൾ എനിക്കറിയാം, ആ ഹോസ്റ്റൽ ആ സ്ഥലം എല്ലാം നന്നായിട്ട് അറിയാം. ഒരുപാട് വീടുകളുണ്ട്. ആ വീട്ടിൽ അവിടെയുള്ള മനുഷ്യർ അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയിരുന്നില്ല. ഈ അക്രമികളുടെ കൂടെ അവരെന്ത് കാര്യത്തിൽ പോകും? ഇവർ ഇഷ്ടിയെടുത്തെറിയുന്നു. വേറെ ഒരു വാഹനത്തിനോ മനുഷ്യനോ ഒന്നും തന്നെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വേറെ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത് ഇവർ. എന്താണെങ്കിലും കേരള പോലീസിന് അത്യാവശ്യം നാട്ടുകാർക്ക് മുമ്പിൽ നിലവും വിലയും കേരളത്തിന് വെളിയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ദയനീയമെന്നേ പറയാൻ കഴിയൂ. കേരളം ബംഗാളിനേക്കാൾ പരിതാപകരമായി പോയി എന്ന് ദീദിയുടെ കാലത്തെ അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ലജ്ജിക്കാം, അതിൽ കൂടുതലൊന്നും പറയാനില്ല.